السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. اتقوا الله عباد الله. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇയ്യാകും വദ്ദന്ന, നിങ്ങൾ ലന്നിനെ സൂക്ഷിക്കണമെന്ന്, നിങ്ങൾ നിങ്ങളെയും സൂക്ഷിക്കണം, വല്ലന്ന അതുപോലെ തന്നെ ഊഹത്തെയും നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന ലന്ന അക്ദബുൽ ഹദീസ്, കാരണം ലന്ന് എന്ന് പറയുന്നത് ഊഹം എന്ന് പറയുന്നത് സംസാരങ്ങളിൽ വെച്ച് ഏറ്റവും കളവാകാൻ സാധ്യതയുള്ള സംസാരമാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും. നമ്മൾ മറ്റുള്ള ആളുകളെ സംബന്ധിച്ച് മോശമായ വിചാരം വെക്കുന്നതിനെ സംബന്ധിച്ചാണ് ഈ ഒരു ഹദീസിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് കാണുവാൻ സാധിക്കുന്നത്. മഹാനായ ഇബ്നു ഖുദാമ അൽ മഖ്ദസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞ ഒരു വാചകം നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു മുസ്ലിമിന്റെ മേൽ നിനക്ക് എന്ത് ചെയ്യാണ്, ഒരു മോശം ചിന്ത കടന്നു വരികയാണ്. അയാൾ അത്ര ശരിയല്ല, അയാൾ കുറച്ച് മോശമാണ്, അല്ലെങ്കിൽ അയാൾ ഇന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന രൂപത്തിൽ ഒരു മോശം ചിന്താഗതി നിനക്ക് കടന്നു വരികയാണെങ്കിൽ നീ അനിവാര്യമായും ചെയ്യേണ്ടുന്ന കാര്യം അദ്ദേഹത്തെ കൂടുതലായി പരിഗണിക്കുക. കാരണം നമുക്കൊരാളെ കുറിച്ച് ഒരു മോശം തന്നാണ് എങ്കിൽ നമ്മൾ അയാളെ കൂടുതൽ ഗൗനിക്കാതിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ പരിഗണിക്കാതിരിക്കുകയാണ് ചെയ്യുക. മറിച്ച് നീ സാധാരണ പരിഗണിക്കുന്നതിനേക്കാൾ കൂടുതലായിക്കൊണ്ട് നീ എന്ത് ചെയ്യാം, അദ്ദേഹത്തെ പരിഗണിക്കുക. നമ്മൾ സലാം പറഞ്ഞിട്ടാണെങ്കിലും വിശേഷങ്ങൾ ചോദിച്ചിട്ടാണെങ്കിലും മറ്റെന്ത് കാര്യങ്ങൾ ചെയ്തിട്ടാണെങ്കിലും ഒരാളെ സംബന്ധിച്ച് മോശമായ ലന്നുണ്ട് എങ്കിൽ ആ ലന്നിനെ ഇല്ലാതാക്കാനുള്ള വഴിയാണ് മഹാനായ ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി പറയുന്നത്, അദ്ദേഹത്തെ കൂടുതൽ പരിഗണിക്കുക. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഖൈറിന് വേണ്ടി ഒരുപാട് വേണ്ടി എന്ത് ചെയ്യാം, അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. കാരണം അത് നീ അങ്ങനെ ചെയ്യുക എന്നുള്ള കാര്യം ഷെയ്ത്താനെ വല്ലാതെ കോപിപ്പിക്കുന്ന കാര്യമാണ്. കാരണം ഷെയ്ത്താനാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് മറ്റൊരാളെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നത്, മോശം വിചാരങ്ങളൊക്കെ ഇട്ട് തരുന്നത്. കാരണം നമ്മൾ എന്നിട്ട് ആ മോശം വിചാരം വിചാരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ അദ്ദേഹത്തെ കൂടുതൽ പരിഗണിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുകയാണെങ്കിലോ അത് ഷെയ്ത്താനെ കൂടുതൽ കോപിപ്പിക്കുന്നതാണ്. പിന്നീട് ഒരിക്കലും എന്ത് ചെയ്യില്ല, അവൻ നിനക്ക് എന്ത് ചെയ്യൂല, പിന്നെ മോശം വിചാരങ്ങൾ ഇട്ടില്ല. എന്തുകൊണ്ട്? എന്ത് പേടിച്ചുകൊണ്ട്? നീ നിന്റെ സഹോദരന് വേണ്ടി ദുആ ചെയ്യുന്നു എന്ന കാര്യം പേടിച്ചുകൊണ്ടും അതുപോലെ തന്നെ അവനെ കൂടുതലായി നീ പരിഗണിക്കുന്നു എന്ന കാര്യം പേടിച്ചുകൊണ്ടും എന്ത് ചെയ്യുക, ശൈത്താൻ നിനക്ക് അത്തരത്തിലുള്ള ചിന്തകളൊന്നും ഇട്ട് തരില്ല എന്നാണ് മഹാനായ ഇബ്നുൽ ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു വെക്കുന്നതായി കൊണ്ട് കാണുവാൻ സാധിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.